തെങ്ങിൻ്റെ ഓല വെച്ചിട്ട് എങ്ങനെയാണ് പൂക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്ക് ഇതൊക്കെ ഓണസമയത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഓർമ്മയിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മറന്നു പോയിട്ടൊന്നും ഇല്ല, സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു. പണ്ട് ഇർക്കിളി വെച്ചിട്ടാണ് ഇത് പിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ സ്റ്റേപ്ലർ വെച്ചിട്ടും കൂടെ ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്റ്റേപ്ലർ ഇർക്കിളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാണുമ്പം ഞാനും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്ര സിമ്പിളായിട്ടാണല്ലേ ഇത് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. ആദ്യം ഓലയിൽ നിന്ന് ഇർക്കിള് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയ ആ ഒരു ലീഫിൻ്റെ അങ്ങനത്തെ ഒരു 17 വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയ ഓല അത്ര നല്ലതല്ലായിരുന്നു. നല്ല വീതിയുള്ള നല്ല ഗ്രീൻ കളറുള്ള വേറെ പാടുകളൊന്നും ഇല്ലാത്ത ഓലയാണെങ്കിൽ നമ്മുടെ കൊണ്ട് കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആകും. എൻ്റെ ഓലയുടെ വീതിയൊക്കെ കുറവായതുകൊണ്ട് ഇത് അങ്ങനെ വന്നിട്ടുള്ളൂ. നല്ല ഓലയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് മടഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇതുണ്ടാക്കും. ഈ പൂക്കിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് ഉണ്ടാക്കുന്ന ആ ഒരു സിമ്പിൾ മെത്തേഡ്, ആ ഒരു ഐഡിയ ആണ് പാസ് ചെയ്യുന്നത്. അത് അറിഞ്ഞിരുന്നാൽ നല്ല ഓലയും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇർക്കിളി മാറ്റിയെടുത്ത ഓല ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും അറേഞ്ച് ചെയ്യണം. മിനിമം ഒരു റോല് 4 എണ്ണെങ്കിലും വേണം. ഹൊറിസോണ്ടലിയും 4 എണ്ണം, വെർട്ടിക്കലിയും 4 എണ്ണെങ്കിലും വെക്കണം. അത് 4 തന്നെ വെക്കണം എന്നില്ല, 4 5 വെക്കാം, 6 5 വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാം. അതിനനുസരിച്ചിട്ട് കൊട്ടയുടെ സൈസും കുറവും കൂടുതലും അത് സ്ക്വയറിലും നീളത്തിലും അങ്ങനെയൊക്കെയായി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓലയുടെ പുറം ഭാഗമില്ലേ, ഗ്ലോസി ആയിട്ടുള്ള നല്ല ഗ്രീൻ കളറുള്ള ഭാഗം നിലത്തേക്ക് ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുമ്പം കൊട്ട നല്ല ഗ്രീൻ കളറിൽ കിട്ടുള്ളൂ. അതായത് അതിൻ്റെ അടിഭാഗം മുകളിലോട്ടാക്കിയിട്ട് വെച്ചിട്ടാണ് ഈ കൊട്ട ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഓല ഹൊറിസോണ്ടലി വെച്ചതിന് ശേഷം പിന്നെ വെർട്ടിക്കലി വെക്കുന്ന ഓലകളെല്ലാം ഇതുപോലെ വടഞ്ഞിട്ടാണ് വെക്കുന്നത്. ഞാൻ ഒരു സൈഡിൽ 6 എണ്ണം ഒരു സൈഡിൽ 5 എണ്ണം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊരു UP സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് വൃന്ദ ആണ് ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ ഗ്രാൻഡ്മയൊക്കെ ഉണ്ണയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ കൊട്ടയൊക്കെ മടഞ്ഞിട്ട് അതിലൊക്കെയാണ് അതൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാറ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ പ്ലാസ്റ്റിക് ക്യാരി ബാഗൊന്നും ഇല്ലാത്ത ടൈമിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്തെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ മടഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇതിൻ്റെ സെൻറ്ററിലാണ് വരേണ്ടത്. ബാക്കി 4 ഭാഗത്തും ഈക്വൽ അളവിൽ ലെങ്ത് ഉണ്ടായിരിക്കണം, എന്നാലേ ബാക്കി പരിപാടി നടക്കുള്ളൂ. പിന്നെ ഒരു ഓല എടുത്തിട്ട് ഈ നമ്മൾ മടഞ്ഞ് വെച്ച ഭാഗത്തിൽ റൗണ്ടായിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് അത് ഈക്വൽ നല്ല റൗണ്ടാക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റേപ്പിളർ വെച്ചിട്ട് പിൻ ചെയ്യണം. പണ്ടാണെങ്കിൽ അത് ഇറുക്കിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ചും കൂടി ടൈം എടുക്കും, ഡിഫിക്കൽട്ടാണ്, ഓല കീറിയൊക്കെ പോകും. പിന്നെയാണെങ്കിൽ സ്റ്റേപ്പിളർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഞാൻ അതുപോലെ ഇതിങ്ങനെ ഒരു റിങ് ആക്കി വെക്കുന്നുണ്ട്. അത് ആ മടഞ്ഞ ഭാഗത്തിന് ഈക്വലായിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഒന്നിടവിട്ടിട്ടുള്ള ഓല ഇങ്ങനെ കയ്യിൽ എടുത്ത് വെക്കണം. അതിലേക്ക് ഈ റിങ് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ ഓല ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. ആദ്യം മടഞ്ഞിട്ടുള്ള പാർട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണല്ലോ ഉള്ളത്. അതിലേക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള റിങ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റിങ് എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നു, അതിൻ്റെ അളവ് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ കൊട്ടയ്ക്ക് അധികം ഹോളൊന്നും ഇല്ലാണ്ട് കിട്ടും, നല്ല ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഒരു അപ്രോക്സിമേറ്റ് വെച്ചിട്ട് ആ സ്ക്വയറുള്ള ഒരു ഏരിയയിൽ നമുക്ക് റൗണ്ടുള്ള റിങ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അളവ് എടുക്കുന്നത് നന്നായാൽ നമ്മളെ കൊട്ടയും നന്നായിട്ട് വരും. ഓരോ ലീഫും ഇതുപോലെ ആ റിങ്ങിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ റിങ് അതിലേക്ക് താഴ്ത്തി ഞാൻ കാണിക്കുന്ന പോലെ ലീഫ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൊട്ടയുടെ ആ ഒരു ഷേപ്പ് വന്നു. നമുക്ക് എത്രയാണോ ഡെപ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് റിങ് ഇട്ട് കൊടുക്കാം. മിനിമം ഒരു 3 എണ്ണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ റിങ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അളന്നെടുത്തിട്ട് എത്രയാണോ റിങ് വേണ്ടത് അത് ഒരുമിച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓരോ തവണയും മെഷർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരായിരിക്കുമല്ലോ ഇത് കാണുന്നത്, അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. കുട്ടികളായാൽ പോലെ അവർക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ മനസ്സിലാകുന്ന രീതിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
ഒന്നിടവിട്ട് നിലത്ത് കിടക്കുന്ന ഓലയെല്ലാം ഒരുമിച്ചെടുത്ത് അതിലേക്കാണ് ഈ റിങ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരുപാട് വലിയ സൈസിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ലിമിറ്റഡ് സൈസിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഓലയ്ക്ക് ഒരു മാക്സിമം ഇത്ര നീളം ഉണ്ടാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഓലയുടെ നടുവിൽ നമ്മളിപ്പം 8 10 ഇനിയിപ്പം 15 ഓല ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ മടഞ്ഞിട്ടുള്ള ഒരു ഏരിയ കഴിഞ്ഞിട്ട് ഓല ബാക്കി ഉണ്ടാവില്ല. ബാക്കി ഉണ്ടെങ്കിലേ നമുക്കിതുപോലെ റിങ് ഇതിലേക്ക് താഴ്ത്തിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാക്സിമം ഇതുണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈസ് ഉണ്ട്. അതിൽ കൂടുതലൊന്നും ഈ ഓല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. വലിയ സൈസിൽ ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഓലകളൊക്കെ കിട്ടും, അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഫസ്റ്റ് റിങ് ഇട്ടപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ച ഓല ആദ്യവും എടുത്തിട്ട് മൂന്നാമത്തെ റിങ്ങും താഴ്ത്തി കൊടുക്കുന്നുണ്ട്. തെങ്ങിന് നല്ല ഹൈറ്റൊക്കെ വെച്ചതുകൊണ്ട് എനിക്ക് പച്ച ഓലയൊന്നും കൊത്തിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ പിള്ളേഴ്സിനോട് ബെഗ് ചെയ്ത് അവർ കൊണ്ടുതന്ന ഓലയാണ്. അപ്പോൾ അവരതിൻ്റെ അടിവശമൊന്നും നോക്കിയിട്ടില്ല. അതാകെ ഒരു മാറാലയൊക്കെ കിട്ടി ഒരുമാതിരിയൊക്കെയുള്ള ഇലയായതുകൊണ്ട് ഒരു 100 മാർക്ക് കൊടുക്കാൻ പറ്റാത്ത കൊട്ടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഓലയൊക്കെ വെച്ചിട്ട് ക്ഷമയോടെ ഇരുന്ന് ആക്കുവാണെങ്കിൽ നല്ല കൊട്ടയാവും. ഞാനിവിടെ 5 റിങ്ങാണ് താഴ്ത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു ഡെപ്തിലുള്ള കൊട്ട കിട്ടിയിട്ടുണ്ട്. ബാക്കി ബാലൻസ് വരുന്ന ഓലയുടെ പാർട്ടുകൾ അകത്തേക്കും പുറത്തേക്കും മടഞ്ഞു കൊടുക്കണം, ഞാൻ ഈ കാണിക്കുന്നത് പോലെ. ഓലയുടെ ഏറ്റവും അറ്റത്തെ വളരെ നേരിയ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് അകത്തേക്കും പുറത്തേക്കും മടഞ്ഞെടുക്കുന്നത്. ഇതെല്ലാം മടഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പിലുള്ള കൊട്ട കിട്ടിയതിന് ശേഷം അതിനോട് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 സൈഡിലേക്കും ഇതുപോലെ ഒരു ഓല ഇങ്ങനെ വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം പൂവൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഉറപ്പിലത് കിട്ടും. ഈവനിങ് ആയപ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. നാളെ എനിക്ക് കൊട്ടയൊക്കെ എടുത്ത് കുട്ടികളെയും കൂട്ടിയിട്ട് പൂവൊക്കെ പറിക്കാൻ പോകണം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകേണ്ട. അടുത്ത മറ്റൊരു നല്ല വീഡിയോയും ഇത് കാണാം.